നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്ന ആളെയല്ല. ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു ഗുരുവിനെ പോലെയാണ്. ഇന്നത്തെ വായനയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ചിന്താഗതികളുമാണ് ഈ വ്യക്തിയിലേക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐശ്വര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തിക്ക് തീർച്ചയായും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് മാത്രമാണ് പറയുവാനുള്ളത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം തന്നെയാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വ്യക്തിക്ക് സ്വന്തമായി മാറണമെന്നും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണമെന്നും ഇങ്ങനെ ജീവിച്ചു പോയാൽ പോരാ എന്നും ഉള്ള ചിന്താഗതി മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളിലൂടെ മാത്രമാണ്. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ചിന്തകളും ചോദ്യങ്ങളും എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നു. സ്വയം അറിവ് കൊണ്ട് മനസ്സിലാകുന്നു. നിങ്ങൾ അത് തുറന്ന് പറയണമെന്നില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം ഈ പേഴ്സണ് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ദേഷ്യത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, വിഷമത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഏത് രീതിയിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അറിഞ്ഞതായി ഭാവിക്കുകയില്ല. ഈ വ്യക്തി തീർത്തും നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയെയല്ല. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നില്ല, നിങ്ങളെ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത രീതിയിലാണ്, അത്തരം ഒരു കാറ്റഗറിയിലാണ് ഇട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ വ്യക്തി എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഒരു കഥാപാത്രമാണ്. ഈ വ്യക്തി അതൊന്നും പുറമെ പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ പ്രണയബന്ധത്തിൽ അത്രയും അങ്ങോട്ട് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനോ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായോ നിങ്ങളുടെ പ്രഥമ ദൃഷ്ടിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടില്ലായിരിക്കാം, കാണാൻ പറ്റുന്നില്ലായിരിക്കാം. നിങ്ങൾ നോക്കുമ്പോൾ ഈ വ്യക്തി സാധാരണ രീതിയിൽ ഇരിക്കുന്നു. പക്ഷേ ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുമായിട്ട് എല്ലാ തരത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഭാവമാറ്റത്തിന് വേണ്ടി തന്നെയാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി എപ്പോഴും ഈ പ്രണയബന്ധത്തിൽ നല്ലത് വരട്ടെ ദൈവമേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും മനസ്സിൽ വിചാരിക്കുന്നതും. എതിരായി വിചാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഈ വ്യക്തി തയ്യാറല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം. അത് തീർത്തും ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടമായിരിക്കാം, കുട്ടിക്കളിയായിരിക്കാം, പക്വതയില്ലായ്മയായിരിക്കാം. ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തിയെ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിയുള്ളതും ആശങ്കകൾ ഉള്ളതും ഈ വ്യക്തിക്കല്ല, നിങ്ങൾക്കാണ്. ഈ വ്യക്തി വളരെയധികം മനോധൈര്യത്തോടെയും കാര്യക്ഷമതയോടെയും തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഈ വ്യക്തിയെ തോൽപ്പിക്കാനാകില്ല. പുറമെ ദുർബലനായി തോന്നിയേക്കാം, അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് ധൈര്യമില്ലാത്തൊരു വ്യക്തിയായും ഭീരുവായ ഒരു വ്യക്തിയായും തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കാം തോന്നിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ വ്യക്തിയെ കാണുമ്പോൾ ഒരു കഴിവില്ലാത്ത വ്യക്തി, അല്ലെങ്കിൽ തൻ്റെ ഇടമില്ലാത്ത വ്യക്തി എന്നിങ്ങനെ തോന്നിയേക്കാം. പക്ഷെ തീർത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഉറപ്പായും നിങ്ങളുടെ കാര്യത്തിൽ ധൈര്യശാലിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു തിടക്കത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്.
ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഇതിൽ നിന്നും തെന്നി മാറുന്ന ഒരു സ്വഭാവ പ്രകൃതമായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ സീരിയസ്നെസ് കൊണ്ടുവരാനോ ഗൗരവം കൊണ്ടുവരാനോ ഉറച്ച തീരുമാനമെടുക്കുവാനോ ഈ വ്യക്തി ഒരുപക്ഷെ തയ്യാറായിട്ടില്ലായിരിക്കാം. അതിനുള്ള സാഹചര്യം നോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൂടെ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട്. മാറ്റങ്ങൾ ഒന്നും ചെയ്യാതെ, പുതിയ തീരുമാനങ്ങൾ ഒന്നും എടുക്കാതെ അലസമായി നിൽക്കുവാൻ ഈ വ്യക്തിയെ ഇനി ലഭിക്കുകയില്ല. ചീത്ത കൂട്ടുകെട്ടുകളും മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നുമൊക്കെ ഉയർത്തെഴുന്നേറ്റ് നല്ലൊരു സാഹചര്യത്തിൽ വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു തരത്തിലും പുറകിലേക്ക് പോകാനോ മുന്നോട്ട് വെച്ച കാൽ പിന്നിലേക്ക് വെക്കാനോ താല്പര്യപ്പെടുന്നില്ല. പേടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം അലിയിച്ചു കളഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ ദൈവങ്ങളുടെ എനർജി ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട്. സ്ത്രീ ദൈവങ്ങളെ ആയിരിക്കാം ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സാന്നിധ്യവും നിഷ്കളങ്കതയും അവർക്ക് വേണ്ടി, ആ ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും ഈ വ്യക്തിക്ക് അനുഗ്രഹമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റത്തിന്റെയും കാര്യത്തിൽ ഈ വ്യക്തി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. കാര്യക്ഷമത, അതുപോലെ പക്വത എന്നിവ എല്ലാം തന്നെ ഈ വ്യക്തിയെ സമ്പൂർണമായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നു. ഈ പ്രണയബന്ധത്തിൽ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ ഒരു പാഠമായിട്ട് തന്നെയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഇത്രയും മാറ്റങ്ങൾ, ഈ പ്രണയബന്ധത്തിന്റെ തീവ്രത എപ്പോഴും എത്തി നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് അതിശയം തന്നെയാണ്. കാരണം ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ പ്രണയബന്ധം ഇത്രയും ഇതിലേക്ക് ആഴത്തിൽ പതിഞ്ഞു പോകുമെന്ന്. അതുകൊണ്ട് ഉറപ്പായും വളരെയധികം തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ ഈ പ്രണയബന്ധത്തെ നോക്കിക്കാണുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുവാൻ സാധിക്കുന്നത് എപ്പോഴും നിറവിനെ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാനും സ്വന്തമായി തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുവാനും ഇച്ഛാശക്തിയോട് കൂടി മുന്നോട്ട് വരുവാനും തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ദൈവികത ഉണ്ടെന്നും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഈ പ്രണയബന്ധത്തിൽ ഉണ്ടെന്നും ഉള്ള ഒരു തിരിച്ചറിവിലേക്കും ഈ പേഴ്സൺ വരുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചു പറയുകയാണെങ്കിൽ, അതായത് ഈ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പേടിയെല്ലാം തന്നെ അലിയിച്ചു കളയുന്ന രീതിയിലേക്കുള്ള പോസിറ്റീവ് ഊർജമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, പരിഗണനയുണ്ട്, നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു, നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നു, സത്യസന്ധത എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറൊന്നുമല്ല. ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുമില്ല. ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും വിശ്വാസം അത് തന്നെയാണ് എല്ലാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഉറച്ചു നിൽക്കുന്നത്. വിധിക്ക് വിട്ടുകൊടുക്കുവാനോ കുറ്റങ്ങളെ പഴിച്ചുകൊണ്ട് ജീവിക്കുവാനോ ഈ വ്യക്തിയെ കിട്ടുകയില്ല. അതുമാത്രമല്ല, സ്ത്രീ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ദൈവങ്ങളുടെ അനുഗ്രഹം ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ വ്യക്തി അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു വർധനവും പോസിറ്റീവ് എനർജിയും നല്ല രീതിയിലുള്ള ഫലവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ടും നല്ലൊരു പ്രണയബന്ധത്തെ ശക്തിപ്പെടുത്തുവാനും കൂടുതൽ അനുഗ്രഹം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമുള്ള പ്രാർത്ഥനകളും എല്ലാം തന്നെ ഈ വ്യക്തി സ്വയം ചെയ്യുന്നുമുണ്ട്. ഇതിലെല്ലാം തന്നെ വളരെയധികം വിശ്വാസം ഉള്ളതും എല്ലാ തലത്തിലും വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇന്നത്തെ വായനയിൽ ഈ പേഴ്സണെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.